അപ്പോൾ അങ്ങനെ നേരെ 2 ദിവസം കൊണ്ട് ആ ഒരു സെറ്റ് റെഡിയായി. അവിടെ പോയി ഷൂട്ട് ചെയ്ത് ഇതേപോലെ തന്നെ 3 പേരെ അറേഞ്ച് ചെയ്ത് രാത്രി അവർ അവിടെ സ്റ്റേ ചെയ്യണം. അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ യൂണിറ്റിൽ നിന്ന് പ്രൊഡക്ഷൻകാർ കൊണ്ട് അവിടെ കൊടുത്തോളണം. അങ്ങനത്തെയൊക്കെ ഒരു തീരുമാനത്തിൽ അവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞു, തീർത്തു. ആ ഒരു പോർഷൻ തീർന്ന് മൂന്നാറിൽ നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും ഒരു 2-3 ദിവസമൊക്കെ കൂടുതൽ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ പോയത് മദ്രാസിലേക്കാണ്. മദ്രാസിലും ഇതേപോലെ നേരെ നമ്മൾ പോകുന്നത് എറണാകുളത്തേക്കാണ്. അതിൻ്റെ കുറേ പാസിംഗ് ഷോട്ടുകൾ, ഈ ബൈക്കിലൊക്കെ വരുന്ന കുറേ പാസിംഗ് ഷോട്ടുകളൊക്കെ ഉണ്ട്. വിജയ് ബൈക്കിലൊക്കെ വരുന്ന പാസിംഗ് ഷോട്ടുകൾ. അതിലൊരു സംഭവം ഉണ്ടായിരുന്നത്, അപ്പോൾ വിജയ് വന്നിട്ടൊരു ഫൈറ്റിൻ്റെ സമയത്ത് ബൈക്കൊന്ന് ജമ്പ് ചെയ്തിട്ട് ഒന്ന് വരുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഒരു ഡൂപ്പിനെ വേണം എന്തായാലും വിജയ്ക്ക് അങ്ങോട്ട് ജമ്പ് ചെയ്ത് വരാൻ വേണ്ടി. നമ്മൾ തന്നെ തീരുമാനിച്ചാണ്, ഷൂട്ടിംഗ് ഉള്ളതല്ല, എല്ലാ കൈകാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമാവും എന്ന് വിചാരിച്ചു. സ്റ്റണ്ട് മാസ്റ്ററിനോട് പറഞ്ഞു വിജയ്ക്ക് പറ്റിയൊരു ഡൂപ്പ് വേണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ മദ്രാസിൽ നിന്ന് ആ ഡൂപ്പും ഫൈറ്റിൻ്റെ കുറേ ഭാഗങ്ങളും അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഫൈറ്റേഴ്സും ഉണ്ട്. അപ്പോൾ വിജയ്ക്ക് സ്പെഷ്യലായിട്ട് ഡൂപ്പിനെ വിളിച്ചു വരുത്തിയതാണ്, മദ്രാസിൽ നിന്ന് വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ ഫൈറ്റ് കഴിഞ്ഞു, രാത്രി എല്ലാവരും കൂടി പോവുകയും ചെയ്തു. ഈ ഡൂപ്പിൻ്റെ സീൻ അടുത്ത ദിവസമാണ് നമ്മൾ എടുക്കുന്നത്, ഈ ബൈക്കിൽ വരുന്ന ഡൂപ്പിൻ്റെ സീൻ. അപ്പോൾ ഈ ഡൂപ്പിൻ്റെ രാത്രി ഞാൻ റൂമിലൊരു 10 മണിയായപ്പോൾ ഞാൻ റൂമിൽ മുട്ട് കേൾക്കുന്നു. നോക്കുമ്പോൾ വിജയുടെ ഈ ഡൂപ്പായിട്ട് അഭിനയിക്കുന്ന ആളാണ്. പുള്ളി പറഞ്ഞ്, തമിഴനാണ്. പുള്ളിയുടെ പേര് ശിവ എന്ന പുള്ളിയുടെ പേര്. 42 വയസ്സേ ഉള്ളൂ. സാർ, എൻ്റെ കാലിൽ വെക്കുന്ന പേടൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇന്നലെ വന്ന ടെമ്പോ ട്രാവലർ. അപ്പോൾ ഇവർക്ക് ഫൈറ്റ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അഡീഷണൽ ഒരു വണ്ടി അറേഞ്ച് ചെയ്യണം. അവർ 14 പേരുണ്ട്. ആ മറ്റേ ടെമ്പോ ട്രാവലറായിപ്പോയി, അതൊന്ന് എങ്ങനെയെങ്കിലും കിട്ടണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ, നിങ്ങളത് സൂക്ഷിക്കേണ്ടത്, വണ്ടി ട്രാവൽസ് എന്ന് വിളിച്ചിരിക്കുന്ന വണ്ടിയല്ലേ അത്, അതിനിപ്പോൾ എവിടെയാണ് ട്രിപ്പിന് പോയിരിക്കുന്നത് ഏതാണെന്നൊന്നും നമുക്കറിയില്ല, അതൊക്കെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിയോട് ഇത്തിരി ഗൗരവമായിട്ട് സംസാരിക്കുകയും ചെയ്തു. പുള്ളി പറഞ്ഞു, സോറി സാർ, എനിക്ക് അത് ഞാൻ പറഞ്ഞു ഫൈറ്റ് മുടിഞ്ഞാച്ചില്ല, ഇനിയിപ്പോൾ അതല്ല, അതിലും കാലിൽ പാഡ് കെട്ടണം, കാല് വന്ന് മുട്ടടിച്ച് വീണാൽ അതായത് പ്രോബ്ലം ആവില്ലേ സാർ എന്ന് പറഞ്ഞു. നമ്മൾ നോക്കാം, നമുക്ക് ഈ മറ്റേ ഇത് ക്രിക്കറ്റ് കളിക്കുന്നവരെ പാഡായാൽ മതിയോ എന്ന് വെച്ചാൽ, ഇല്ല സാർ, അതൊക്കെ വെയിറ്റ് ജാസ്തി സാർ, ഇത് വെയിറ്റ് കുറവല്ലേ എന്ന് പറഞ്ഞു. ഞാൻ നേരെ ട്രാവൽസ് വണ്ടിക്കാരനോട് വിളിച്ചിട്ട് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, എങ്ങനെയെങ്കിലും എത്തിച്ചതാ, നാളെ ഫൈറ്റിൽ അയാൾക്ക് കെട്ടേണ്ടതാണ്, ബുദ്ധിമുട്ടാണ് കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ പരിചയമുള്ളതുകൊണ്ട് അവരെങ്ങനെയോ എത്തിച്ചു. ലേറ്റായിപ്പോയി. രാവിലെ നമുക്ക് 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങണം. ഇയാളെന്തോ ട്രിപ്പായിട്ട് വേറെ ഏതോ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു, അതെന്ത് ലേറ്റായി, അന്ന് കിട്ടിയില്ല, പിറ്റേ ദിവസത്തേക്ക് കിട്ടിയില്ല. അങ്ങനെ രാവിലെ നമ്മൾ വിജയുടെ ഡൂപ്പ് ഷോട്ട് ബൈക്കിൽ എന്ന് പറഞ്ഞാൽ പഴയ തേവര ബ്രിഡ്ജുണ്ട്, കുണ്ടന്നൂരിൽ നിന്നും തേവരയിൽ മട്ടാഞ്ചേരിയിലേക്ക് പോകുന്ന ബ്രിഡ്ജാണ്. അത് യാത്രയ്ക്ക് വേണ്ടി അവർ കൊടുത്തിട്ടില്ല, വണ്ടികൾ യാത്രയൊന്നും പോകാൻ പാടില്ല, ഫുള്ളെന്തോ റോഡിൻ്റെ പണി എന്തോ ബാലൻസ് കിടക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ 3 ക്യാമറ, ആനന്ദക്കുട്ടൻ ഒരു ക്യാമറയായിട്ട് റോഡിൻ്റെ നടുവിൽ ഇങ്ങനെ ക്യാമറയായിട്ട് വെച്ചുകൊണ്ടിരിക്കും. അതായത് വണ്ടി ഇങ്ങനെ പാഞ്ഞ്, ഒരു കോലാർ വണ്ടി എന്ന് പറയും, ഒരു കൈവണ്ടി, പണ്ടത്തെയൊക്കെ ചരക്കുകൾ കൊണ്ടുപോകുന്നൊരു വണ്ടി, അതിങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി ഓടിച്ചിട്ട് വണ്ടി പൊന്തുന്നതനുസരിച്ച് ജമ്പ് ചെയ്തിട്ട് വന്ന് ലാൻഡ് ചെയ്യണം. അങ്ങനത്തെ ഷോട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. 3 ക്യാമറയാണ്. ഒരു ക്യാമറ റോഡിൻ്റെ സെൻറ്ററിൽ വെച്ചിരിക്കുന്നു, ഒരു ക്യാമറ ഈ സൈഡിൽ വെച്ചിരിക്കുന്നു, ഒരു ക്യാമറ ബാക്കിൽ നിന്ന് ക്രെയിനാണ്, ഇയാളെ ഫോളോ ചെയ്തിട്ട് ക്രെയിനിൽ ഇങ്ങനെ പൊന്തി വന്നിട്ട് എടുക്കുന്ന ഷോട്ടാണ്. ഒരു ക്യാമറയുടെ സൈഡിൽ ഫാസിൽ സാറ്, കുട്ടേട്ടൻ്റെ പുറയിൽ തൊട്ട് പുറയിൽ ഞാൻ നിൽക്കാം, റോഡിൻ്റെ നടുവിലാണ്. റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, വേറെ വണ്ടികൾ ആൾക്കാരൊന്നുമില്ല, ബ്ലോക്ക് ചെയ്തിട്ട് നടുവിൽ കുട്ടേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പുറത്ത് കുട്ടേട്ടൻ്റെ അസിസ്റ്റൻറ്റ് എനിക്ക് തോന്നുന്നു കൊച്ചുമോനും, ഇപ്പുറത്ത് ശിവനോ രാജു ആരോ ആണ്. ഇങ്ങനെ 3 ക്യാമറയും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരേ സമയത്ത്. അപ്പോൾ മാസ്റ്റർ പറഞ്ഞ് സ്റ്റാർട്ട്, 3 ക്യാമറ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് വെച്ചെടുത്തു. ഇപ്പോൾ അയാളവിടെ നിന്ന് നേരെ വണ്ടിയിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുകളിൽ കയറി ജമ്പ് ചെയ്ത് വണ്ടി അങ്ങോട്ട് പൊന്തിപ്പോയിട്ട് പിന്നെ കാണുന്നത്
തിരിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് റോഡിൻ്റെ നടുവിൽ വന്നു കഴിഞ്ഞിട്ട് ഇയാൾ തല തല്ലി വീഴുന്ന ഷോട്ടാണ് കാണുന്നത്. ബ്ലഡ് നിറച്ചു. തൊട്ട് മുമ്പിൽ കുട്ടേട്ടൻ്റെയും എൻ്റെയും ക്യാമറയുടെ തൊട്ട് മുമ്പിൽ വന്നിങ്ങനെ വീണ് കിടക്കുന്നു. ഞാനിത് കണ്ടിട്ട് അങ്ങോട്ട് വിറക്കാനും തുടങ്ങി. എന്ത് ചെയ്യാൻ പറ്റും? ഓടി വണ്ടി എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇയാളെ പിടിച്ച് വലിച്ച് നേരെ ഒരു കാറിൽ കയറ്റിയിട്ട് നേരെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മെഡിക്കൽ ട്രസ്റ്റ് അതൊരു 11-12 മണിയായിട്ട് ഉണ്ടായിരിക്കണം. നേരെ പോയി എമർജൻസി നേരെ അവിടെ കയറ്റാൻ പറഞ്ഞു. തമിഴനാണ്, അവിടെ നിന്ന് വന്നിരിക്കുകയാണ്. ഒപ്പിട്ട് കൊടുക്കണം, ഓപ്പറേഷൻ വേണം, ഉടനെ ഓപ്പറേഷൻ വേണം. ഞാൻ തന്നെ ഉടനെ ഒപ്പിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞിങ്ങനെ സിനിമ ലൊക്കേഷനിൽ നിന്ന് വന്നിരിക്കുകയാണ്, ഒരു ഫൈറ്റ് അസിസ്റ്റൻ്റാണ്, ഫൈറ്റിൽ അടികിട്ടി വീണതാണ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു. സർജറി വേണം, പൈസ കെട്ടണം. ഉടനെ തന്നെ പൈസ, അന്ന് എനിക്കെന്തോ 25,000 രൂപ എന്തോ കെട്ടേണ്ടി വന്നു അവിടുന്ന്. ഉടനെ തന്നെ പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് കെട്ടി. ഉടനെ തന്നെ പുള്ളി ഓപ്പറേഷൻ എന്തൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് കോംപ്ലിക്കേഷനാണ്, ഒന്നും പറയാൻ പറ്റില്ല, അവരെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഒന്ന് അറിയിച്ചേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി, ഞാൻ മാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, മാസ്റ്ററും ഉണ്ട് അപ്പോൾ അവിടെ. മാസ്റ്റർ പറഞ്ഞു ഒന്ന് അറിയിച്ചേക്ക്, വൈഫിനും ആരെങ്കിലും ഉണ്ടോ. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു വൈഫുണ്ട്, എന്നാലും അത് ഇത്തിരി പ്രശ്നമാവും അവരൊക്കെ അറിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ. ഞാൻ പറയില്ല, കുഴപ്പമില്ല, അവർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം, അവർ ഫൈറ്റ് മാസ്റ്റർ അസിസ്റ്റൻ്റല്ലേ, സിനിമയല്ലേ, സംഭവിക്കേണ്ടതല്ല, എന്ത് സംഭവിച്ചു പോയി, അഡ്ജസ്റ്റ് ചെയ്യുക, അവരോട് വരാൻ പറ എന്ന് പറഞ്ഞു. അന്നത്തെ ട്രെയിൻ കയറി പിറ്റേ ദിവസം രാവിലെ ഈ ഇദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ഭാര്യയും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു. അപ്പോഴത്തേക്കും കോമ സ്റ്റേജാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് പുള്ളി ഒന്നും അനങ്ങുന്നില്ല, ബ്ലഡ് കംപ്ലീറ്റ് ബ്ലീഡിങ് ആണ്, തലയുടെ അകത്ത് കംപ്ലീറ്റ് ബ്ലീഡിങ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഡോക്ടർമാരിൽ നിന്ന് കിട്ടി. പിന്നെ ഇവരൊക്കെ വന്ന് ഇവരോട് ഞാൻ ഈ പുള്ളിയുടെ ഹിസ്റ്ററി ചോദിച്ചു, എന്താണ് എങ്ങനെയാണ് കുടുംബം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞ് അദ്ദേഹം എപ്പോഴും മദ്യപാനമാണ്, എപ്പോഴും വീട്ടിൽ മദ്യപിച്ച് വന്നിട്ടുള്ള ബഹളവും ഒക്കെയാണ് എന്നൊക്കെയുള്ള ഒരു സംഭവം അവരെ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടി. അച്ഛനും അമ്മയും, പിന്നെ അച്ഛനും അമ്മയല്ലേ, അവർക്ക് ആ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. ഞാൻ അവരോട് പറഞ്ഞ് സിനിമയാണ്, എന്ത് ചെയ്യാൻ പറ്റും, തമിഴിലാണ്, എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നമ്മൾ ചെയ്യുക, എന്തെങ്കിലും ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അസോസിയേഷനൊക്കെ ഉണ്ട്, അവിടെ നിന്ന് തരാം, കൊടുപ്പിക്കാം, അതിന് വേണ്ടിയിട്ട് എല്ലാ സഹായവും ചെയ്തു തരാം, വിജയോട് പറഞ്ഞിട്ട് വിജയ് എന്തെങ്കിലും ചെയ്തു തരും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഉണ്ട്. ഞാൻ അന്ന് രാത്രി ഞാൻ വീട്ടിലൊന്നും പോയില്ല, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്. പിന്നെ അപ്പോഴത്തേക്കും വൈകുന്നേരം ഒരു 4 മണിയായപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു മരണം സംഭവിച്ചു എന്ന് പറഞ്ഞ്. ഉടനെ തന്നെ ഇനിയിപ്പോൾ എന്താ പോലീസ് കേസും കാര്യങ്ങളെല്ലാം കൂടിയും വരും, അങ്ങനത്തെ കുറേ നൂലാമാലകളുണ്ട്. ആക്സിഡൻറ്റ് ഇങ്ങനെ സംഭവിച്ചല്ലോ, സിനിമയല്ലേ, അതൊക്കെ ഞാനന്ന് അങ്ങോട്ട് ഡോക്ടർമാരോട് പറഞ്ഞു, പുള്ളിയുടെ ഉടനെ ബോഡി എങ്ങനെയെങ്കിലും എന്തെങ്കിലും മദ്രാസിൽ എത്തിച്ചിരിക്കണം, അത് കൊണ്ടേ പറ്റൂ, അതിന് വേണ്ടിയിട്ട് പോലീസൊക്കെ ഇട്ട് ഞങ്ങളത് പറ്റി സംസാരിച്ചോളാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിച്ചോളാം, ഇവിടുന്ന് കയറ്റി വിടുമെന്ന് പറഞ്ഞു. ഉടനെ ഇവിടുന്ന് ആംബുലൻസിൽ കയറ്റി വിടുമെന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ആംബുലൻസിൽ ഈ ഫാമിലിയെയും കൂട്ടിയിട്ട് വഴിച്ചെലവിന് കുറേ പൈസയും അവർ കൊടുത്തിട്ട് കയറ്റി വിട്ട്. ഇപ്പോഴത്തേക്കും എന്നോട് മറ്റേ നമ്മുടെ വിജയ് വിവരങ്ങളൊക്കെ ആളുകൾ അന്വേഷിച്ചിട്ട് ഇങ്ങനെ വിവരങ്ങൾ ഫോണിൽ കൂടിയാണ്, എന്തൊക്കെ ഫോണുണ്ടെന്ന് തോന്നുന്നു, മൊബൈലുണ്ട്, 2000 ഉണ്ടെന്ന് തോന്നണം. അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. സംഭവം ഞാൻ പറഞ്ഞതല്ലോ, ആൾ ക്ലോസാണ്, സംഭവിച്ചു പോയി, തലക്കടിയിട്ടിരിക്കുകയാണ്, ക്ലോസാണ് എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാതിരിക്കാൻ പറ്റില്ല, അതിൻ്റെ പോർഷൻ വേറെ, ആ ഒരു പോർഷൻ അങ്ങനെ തന്നെ വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് അത് ആ സിനിമയിൽ കാണുമ്പോൾ അറിയാം, വന്ന് വീഴുന്നതൊക്കെ നമ്മൾ റഷ് കണ്ടപ്പോൾ സങ്കടം വന്നുപോയി. അത് ഭയങ്കരമായിട്ട് നമ്മുടെ മുമ്പിലും വന്നാണ് വീഴുന്നത്, തൊട്ട് മുമ്പിലൊക്കെ. അങ്ങനത്തെ ഒരു ആദ്യമായിട്ട് നമ്മുടെ സിനിമാ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു അപകടം സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ അവിടുത്തെ സിനിമയുടെ ആ ഒരു പോർഷൻ എറണാകുളത്തെ ഉള്ളത്, എറണാകുളം കംപ്ലീറ്റ് ഫൈറ്റായിരുന്നു, ഫൈറ്റ് പ്ലാൻ ചെയ്തു, അതങ്ങോട്ട് തീർത്തു. പിന്നെ മാസ്റ്ററോട് പറഞ്ഞു, ഷണ്ട് മാസ്റ്ററോട് പറഞ്ഞു അവരെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം, ഞങ്ങളുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഒരു എമൗണ്ട് ഞങ്ങൾ തരാം. വിജയ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിജയ് പറഞ്ഞു ഏതാവത് തീർന്നാൽ എത്ര എമൗണ്ട് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ, ഞാനത് കൊടുത്തേക്കാം എന്ന് പറഞ്ഞു. വലിയൊരു എമൗണ്ട്, എനിക്ക് തോന്നുന്നു വിജയൊക്കെ നല്ലൊരു എമൗണ്ട്, ഫാസിൽ സാറ് നല്ലൊരു എമൗണ്ട്, ഞങ്ങൾ
ഗ്രൂപ്പിൽ എല്ലാവരും കൂടി പിരിവിട്ടിട്ട് നല്ലൊരു എമൗണ്ട് എല്ലാം കൂടിയും അവരെ കുടുംബത്തിലേക്ക് അത് അസോസിയേഷൻ വഴിക്ക് കൊടുക്കാൻ പറഞ്ഞു. കാരണം എന്താണ്, ഇവർ മാസ്റ്ററേലും അവരേലും കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എത്തിയെന്ന് വരില്ല. നേരെ സ്റ്റണ്ട് മാസ്റ്റേഴ്സ് സ്റ്റണ്ട് ഗ്രൂപ്പ് അസിസ്റ്റൻ്റ് ഉണ്ട്, അസോസിയേഷൻ ഉണ്ട് മദ്രാസിൽ. അവരുടെ പേരിലേക്ക് നമ്മൾ മദ്രാസിൽ വരുന്നുണ്ട്, വരുമ്പോൾ ഒരു എമൗണ്ട് തരാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. എറണാകുളത്തെ പോർഷൻ കംപ്ലീറ്റ് ഷൂട്ടിംഗ് തീർന്നു. പിന്നെ മദ്രാസിലാണ് എൻ്റെ ബാലൻസ് വർക്കുകളും ഒക്കെ ആയിട്ട് മദ്രാസിലുള്ള പോർഷനെല്ലാം അതവിടെ തീർത്തു. ആ സമയത്ത് കൊണ്ടുപോയിട്ട് വിജയ് എനിക്ക് തോന്നുന്നു വലിയൊരു എമൗണ്ട് കൊണ്ടുപോയി കൊടുത്ത്. ഫാസിൽ സാറിൻ്റെ പേരിൽ ഓഫീസിൽ തന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തു. വിജയൻ്റെ കൊണ്ടുവന്ന് തന്നു, ഞാനത് നേരെ ഇവർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു. ഞങ്ങളുടെ ഒരു പിരിവ് എടുത്തിട്ട് ആ എമൗണ്ട് നല്ലൊരു എമൗണ്ട് അവരെ കുടുംബത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അതിൻ്റെ ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം തീർന്നു എന്നങ്ങ് വന്നിട്ടും ആ സിനിമയുടെ ആ ഒരു വിഷമം, ഇങ്ങനത്തെ ഒരാൾ തലേന്ന് എൻ്റെ റൂമിൻ്റെ മുമ്പിൽ വന്ന് കണ്ടു പോകുന്നതും അതിങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. അയാളിങ്ങനെ വന്ന് വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നത്. എല്ലാവർക്കും കഴിഞ്ഞ് ആ സിനിമയുടെ പ്രിവ്യൂ കാണുമ്പോഴും എനിക്ക് ആ ഒരു ഷോട്ട് കാണുമ്പോഴും വളരെ വിഷമങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമ, ചരിത്രത്തിലൊരു സിനിമയാണ് കണ്ണുക്കുൾ നിലവ് എന്ന് പറഞ്ഞ തമിഴ് പടം. സഫാരി പുറത്തിറക്കുന്ന ഡിവിഡികൾ, പെൻഡ്രൈവുകൾ, പുസ്തകങ്ങൾ, ടീഷർട്ടുകൾ, ബാഗുകൾ, കീചെയിനുകൾ തുടങ്ങി വൈവിധ്യമാർന്ന എല്ലാ പ്രോഡക്റ്റുകളും ആവശ്യാനുസരണം നിങ്ങളുടെ വീടുകളിലെത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കും പ്രോഡക്റ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും SP എന്ന് SMS ചെയ്യുക. ഫോൺ 9995 444 222 SP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. അപ്പോൾ ഈ കണ്ണുക്കുൾ നിലവ് അതിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞു മദ്രാസിൽ പ്രിവ്യൂ ഇട്ടു. അവിടെ അശോക് നഗർ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ളതാണ് അശോക് പില്ലർ നഗറിൻ്റെ അടുത്ത് ഉദയം കോംപ്ലക്സ് എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് ആദ്യത്തെ ഷോ പോയി ഞാൻ കാണുന്നത്. പക്ഷേ ആ ഷോ കണ്ട് ഓഡിയൻസിൻ്റെ ആ ഒരു റെസ്പോൺസ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് പടം എന്തോ പ്രശ്നമാണ്. അപ്പോൾ ഫാസിൽ സാർ വിട്ടിരിക്കുകയാണ്, കണ്ടിട്ട് റിപ്പോർട്ട് പറയണം. നേരെ വീട്ടിൽ ചെന്ന് ഫാസിൽ സാറിൻ്റെ ഫ്ലാറ്റിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ പ്രൊഡ്യൂസർമാരുണ്ട്, ഫാസിൽ സാറുണ്ട്, എഡിറ്ററുണ്ട്, എല്ലാവരും ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇത്തിരി പ്രശ്നമുണ്ട്, ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ എന്താണെന്നുള്ളതേ അറിയാൻ പറ്റുള്ളൂ. പടം എന്തായാലും നമ്മൾ വിചാരിച്ച ആ ഒരു സുഖം പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആ സിനിമ വിജയുടെ കാതൽക്ക് മര്യാദ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റായിട്ട് അടുത്ത പടം വിജയുടെ. അതാണ് സിനിമയുടെ ഒരു വേരിയേഷൻ എന്ന് പറയും. ഒരെണ്ണം സൂപ്പർ ഹിറ്റാവും, ഒരെണ്ണം പരാജയപ്പെടും, അടുത്തത് സൂപ്പർ ഹിറ്റാവും. അങ്ങനെ അങ്ങോട്ടാണ് ആ സിനിമകൾ ഞങ്ങളുടെ ഒരു ഇതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്നത് മലയാള സിനിമയാണ്. അത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് മോഹൻലാൽ, സംയുക്ത വർമ്മ, അതിലും ഒരു അനിയത്തി ക്യാരക്ടർ അന്വേഷിച്ച് കുറേ ഓട്ടങ്ങൾ ഓടി. ഒരുപാട് പേരെ അനിയത്തി ആയിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂകളും ഇതേപോലെ കോളേജുകളിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ കുറേ ബുദ്ധിമുട്ട് അതിനുണ്ടായി. അങ്ങനെ അവസാനം ഈ ഗീതു മോഹൻദാസ് എന്ന് പറഞ്ഞ, നമ്മളപ്പോൾ ഡിസ്കഷൻ വരുന്നുണ്ട് ഡെയിലി ആലപ്പുഴ വീട്ടിൽ ഇങ്ങനെ ഡിസ്കഷനാണ്. ഓരോ കുട്ടി, മറ്റേ കുട്ടി, ഈ കുട്ടി, അതൊക്കെ ഇങ്ങനെ അതിൻ്റെ ചെറുപ്പം, ആ കുട്ടികൾ എങ്ങനെയുണ്ട്, ഈ ചെറുപ്പത്തിൽ ഏതൊരു പടത്തിൽ അഭിനയിച്ചത് കുട്ടികൾ അതെങ്ങനെയുണ്ട്. ആ കൂട്ടത്തിലാണ് അപ്പോൾ ഈ ബൊമ്മക്കുട്ടി അമ്മ എന്ന പടത്തിലേക്ക് ഈ ഗീതു മോഹൻദാസ് ഈ കുട്ടി ബേബിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ വലുതായിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷനും കാര്യങ്ങളും വന്ന് അന്വേഷണം നടത്തിയപ്പോൾ അവൾ അമേരിക്കയിലാണ് ഗീതു മോഹൻദാസ്. ഉടനെ തന്നെ നമ്പർ എവിടെ നിന്നൊക്കെ നോക്കി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഉടനെ വരണം. ഫാസിൽ സാറാണ് സംസാരിക്കുന്നത്, ഇങ്ങനെ മലയാള സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്, ഉടനെ ഇവിടെ എത്തണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് അഭിനയിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയിട്ട് അവസാനം പറ്റിയില്ലെങ്കിൽ പിന്നെ തിരിച്ച് അമേരിക്കയിലേക്ക് വിടാൻ പറ്റില്ല കേട്ടോ. ഇത് തീരുമാനിച്ചിട്ട് അഭിനയിപ്പിക്കുക തന്നെ വേണം. ഇല്ല വേണ്ട, ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് എനിക്ക് അവൾ ആപ്റ്റാണെന്ന് തോന്നണ്, അത് നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഗീതു വരുന്നു. ഗീതുവിന് കോസ്റ്റ്യൂം എല്ലാം കൂടി റെഡിയാക്കി മാച്ചായിട്ട് വരുമ്പോൾ കറക്റ്റ് അനിയത്തിക്ക് പറ്റിയ എല്ലാ സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അതും ആ സിനിമയും തുടങ്ങി. സിനിമ ഇവരുടെ പോർഷൻ മാത്രം തുടങ്ങി വന്നപ്പോഴത്തേക്കും ഈ ക്ലാസ് മുറിയുണ്ട്. മോഹൻലാൽ ഒരു അധ്യാപകനാണ്, കോളേജ് അധ്യാപകനാണ്.
ക്ലാസ് മുറിയിലേക്ക് 25 പിള്ളേരെ വേണം. 18നും 20നും താഴെ 20ന് താഴെയുള്ള 25 കുട്ടികളെ വേണം. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പരസ്യങ്ങളും അന്ന് ഞാൻ പേപ്പറിൽ പരസ്യം കൊടുത്ത് ഇത്രയും വയസ്സ് പ്രായമുള്ള കുട്ടികളെ, ആൺകുട്ടികളെ ആവശ്യമുണ്ട്. അങ്ങനെ വന്ന് കുറേ ഫോട്ടോസ് വന്നു. ഒരു ചാക്ക് നിറച്ചും കെട്ടിയിട്ടാണ് ഞാനും അതിൻ്റെ നമ്മുടെ മറ്റേ ഔസേപ്പച്ചൻ വാളക്കുഴി, ഔസേപ്പച്ചൻ്റെ അഡ്രസ്സിലേക്കാണ് ഈ കുട്ടികളെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ചാക്കിലാണ്, കാറിൻ്റെ ഡിക്കിയിൽ കയറ്റിയിട്ടാണ് ഞങ്ങൾ നേരെ ആലപ്പുഴക്ക് ഫോട്ടോ ഇങ്ങനെ സെലക്ട് ചെയ്യണത്. ഈ ഫോട്ടോ കുറേ ഇത് കളയും, കുറേ അങ്ങോട്ട് കളയും, ഇത് കളയും. ആവശ്യമുള്ളൊരു 10-200 ഫോട്ടോ അങ്ങനെ മാറ്റി വെക്കും. അതിൽ നിന്ന് വീണ്ടും തിരഞ്ഞിട്ട് കുറേ അങ്ങോട്ട് മാറ്റി വെക്കും. പിന്നെ അതിൽ നിന്ന് കുറേ തിരിഞ്ഞിട്ട് മാറ്റി വെക്കും. അങ്ങനെ കുറേ ഫോട്ടോ എടുത്ത് വെച്ച കൂട്ടത്തിലൊക്കെ ആ മിഥുൻ എന്നൊക്കെ പറയുന്ന പിള്ളേർ, അരുൺ ഏതൊക്കെ പടത്തിലൊക്കെ അഭിനയിച്ചു. മിഥുനും കുറേ 2-3 പടത്തിലൊക്കെ അഭിനയിച്ചു. ഇപ്പോൾ എന്തോ ദുബായിലെന്തൊക്കെയാണെന്ന് തോന്നുന്നു മിഥുനൊക്കെ ആയിട്ട്. അങ്ങനത്തെ കുറേ 25 പിള്ളേരെ ഞങ്ങൾ സെലക്ട് ചെയ്തു, മിടുക്കന്മാരായ നല്ല പിള്ളേരെ. ഇപ്പോൾ പലരും പല വഴിക്ക് ഒക്കെ ആയിട്ട് പെരുമ്പാവൂരുള്ള ആ പയ്യൻ എപ്പോഴും വിളിക്കാറുണ്ട്. അവൻ എന്തോ ഒരു IT ഓഫീസറൊക്കെ ആയിട്ടാണ് ഇപ്പോൾ അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ 25 പിള്ളേരെ സെലക്ട് ചെയ്തിട്ട് ഷൂട്ടിംഗ് തുടങ്ങി. അങ്ങനെ സിനിമ ഇതേപോലെ തന്നെ ഈ ഞങ്ങളുടെ ജോലികളെല്ലാം സിനിമയുടെ ഷൂട്ടിങ്, അതും ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ഈ ആലപ്പുഴ, എറണാകുളം, ഊട്ടിയിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ പാട്ട്, ഈ പിള്ളേരെ മോഹൻലാലും വെച്ചിട്ടുള്ളൊരു സോങ് ഉണ്ട്. ഈ സോങ് ഫാസിൽ സാറിൻ്റെ അസോസിയേറ്റ്, ഫാസിൽ സാറിൻ്റെ തന്നെ ബ്രദറിൻ്റെ മകനാണ്, ആലപ്പുഴയിലുള്ള പയ്യനാണ് ബിജു ആണ് ഈ പാട്ട് മേട്ടുപ്പാളയം, ഊട്ടി ഒക്കെ പോയിട്ട് ആ സോങ് അസലായിട്ട് അത് പിക്ചറൈസേഷൻ എഡിറ്റ് ചെയ്ത് നമ്മൾ കണ്ടപ്പോൾ നന്നായിട്ട് അത് മാച്ച് ചെയ്തിട്ടുള്ള ഒരു പാട്ടായിരുന്നു അത് കഴിഞ്ഞു. അതോടെ ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇവിടുത്തെ കുറച്ചൊരു ലിമിറ്റഡ് ഒരു പീരീഡിൽ വെച്ചിട്ടാണ് ആ സിനിമയുടെ പ്ലാനിങ്ങും ഷൂട്ടിങ്ങും എല്ലാം തീർത്തത്. അത് കഴിഞ്ഞു, അതിൻ്റെ വർക്കെല്ലാം തീർന്നു. നേരെ ഡബ്ബിങ്ങിൽ ഇതേപോലെ പോയി എഡിറ്റിങ്ങും ഡബ്ബിങ് എല്ലാം മദ്രാസിലേക്ക് പോയി തീർത്ത് പ്രിൻ്റായി കോപ്പിയായപ്പോഴും നമുക്ക് അതിൻ്റെ പ്രിവ്യൂ ഷോ കാണുമ്പോൾ ഒരു ചെറിയ ഒരു തൃപ്തിക്കുറവുണ്ട്. കാരണം അതൊരിത്തിരി ഒരു ഇഴഞ്ഞ് പോകുന്ന ഒരു സബ്ജക്റ്റാണ് അതിൻ്റെ ഒരു തീം. അതിൻ്റെ ചെറിയൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. ഇതേപോലെ തന്നെ തിയേറ്ററിൽ റിലീസായിട്ട് ഫസ്റ്റ് ആ റിപ്പോർട്ട് വരുന്നത് വളരെ ഒത്തിരി മോശമാണ്, ക്ലൈമാക്സ് എന്തോ ഒത്തിരി പ്രശ്നമാണ്, വീക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഉടനെ തന്നെ ഫാസിൽ സാർ പറഞ്ഞു ക്ലൈമാക്സ് വേണമെങ്കിൽ എന്തെങ്കിലും റീഷൂട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ റീഷൂട്ട് ചെയ്യണം, എന്നിട്ട് അതിൽ കുറച്ച് ആഡ് ചെയ്യാം. ഈ മോഹൻലാലും ഈ വൈഫുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, ഈ അനിയത്തിയായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, ഇതൊന്നും കൂടി റീഷൂട്ട് ചെയ്യാം. സിനിമ റിലീസായി അത് ഞങ്ങൾ റീഷൂട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും മദ്രാസിലുള്ള മൗണ്ട് റോട്ടിൽ നിന്ന് വുഡ്ലാൻഡ്സ് ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഗാർഡൻ അതിനകത്ത് ഉടനെ തന്നെ പെർമിഷൻ എടുത്ത് ഈ ആർട്ടിസ്റ്റിനെ എല്ലാവരെയും മോഹൻലാൽ മദ്രാസിലുണ്ടായിരുന്നു, സംയുക്തനെയും ഗീതുവിനെയും എല്ലാവരെയും വിളിച്ച് ഉടനെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത് അന്ന് വൈകുന്നേരം തന്നെ ലാബിലേക്ക് കൊടുത്ത് പ്രിൻ്റ് അടിച്ച് ഡബ്ബിങ് എന്തോ ചെറിയ വോയിസുകളുണ്ട്, ആ വോയിസ് അപ്പം തന്നെ സ്പോട്ടിൽ അവിടെ തന്നെ തിയേറ്ററിൽ വിളിച്ച് അപ്പം തന്നെ ഡബ്ബ് ചെയ്ത് പ്രിൻ്റ് അടിച്ച് രാത്രിക്കലത്തെ ചിലത് നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് നേരെ തിയേറ്ററിൽ പോയിട്ട് ഈ പഴയ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ പ്രിൻ്റിൽ ആഡ് ചെയ്യണം എല്ലാ സ്റ്റേഷൻ. എനിക്ക് തോന്നുന്നു 45 പ്രിൻ്റ് എന്തോണ് അന്ന് ആ സിനിമയ്ക്ക് ഇറങ്ങി. ഈ 45 സ്റ്റേഷനിൽ പോയിട്ട് 45 ഷോട്ടുകൾ ആഡ് ചെയ്ത് കയറ്റി, ഇതിൻ്റെ ഇടയിൽ റീ റെക്കോർഡിംഗ് എല്ലാം ഈ ഒരു ഒറ്റ രാത്രി കൊണ്ടാണ് തീർത്തതാണ്. അതുകൊണ്ട് ആഡ് ചെയ്ത് കയറ്റി ഒരു കുഴപ്പമില്ല. എന്നാലും സിനിമ അങ്ങോട്ട് ഒരു സക്സസ് അല്ലാതെ പോയി. അങ്ങനെ ആ സിനിമ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാം. ഈ 2000 മുതലുള്ള ഒരു പരാജയമാണ് പിന്നെ നമുക്കൊരു പ്രയാസങ്ങളുണ്ടാക്കിയിരുന്നു. 2000 വന്ന പടങ്ങൾ പരാജയപ്പെടുന്നു. പിന്നെ അങ്ങനെ പെട്ടെന്നൊരു ചെറിയ ഗ്യാപ്പ് വന്നു. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തൊരു സിനിമയിലേക്ക് ഫാസിൽ സാറ് ഇറങ്ങുന്നത്.
ആ ഒരു സിനിമ എന്ന് പറയും. ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയാം, ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഫാസിൽ സാറിൻ്റെ സ്വന്തം പ്രൊഡക്ഷൻ തന്നെയായിരുന്നു. ഫാസിൽ സാറാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. ഹീറോയിനും വേണം, ഹീറോയും വേണം, രണ്ട് പേരെയും അന്വേഷണത്തിലാണ്. അങ്ങനെ പിന്നെ ഇത് ഇങ്ങനെ സ്ലോ ആയിക്കൊണ്ടിരിക്കും. സിനിമ അങ്ങനെ പ്ലാൻ ചെയ്ത് നടക്കുന്നില്ല, ഹീറോയിനെ കിട്ടുന്നില്ല. അങ്ങനത്തെ പ്രശ്നത്തിൽ അവസാനം ആരോ ഫാസിൽ സാറിൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഹീറോനെ അന്വേഷിച്ച് നടക്കുന്ന എന്തിനാണ്, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇല്ലേ എന്നൊരു ചോദ്യം വന്നപ്പോൾ അവിടെ എല്ലാവരും ഫാസിൽ സാറിൻ്റെ വീട്ടിലുള്ളവരെ മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് ഫഹദ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് വരുന്നത്.